എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വ്ളോഗ് ചെയ്യണം. ഷോർട്സ് ഇടാറുണ്ട്, പക്ഷെ വ്ളോഗ് കുറേ നാളായി. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല മൊത്തത്തിലൊരു സുഖക്കുറവ്. എനിക്കങ്ങനെ എടുത്ത് വ്ളോഗ് ചെയ്യാനൊരു എന്തോ ഒരു ഇത്. എന്തായാലും ഇനി അങ്ങോട്ട് ചറപറയുന്ന വ്ളോഗ്സ് ഉണ്ടാവും. ഇതായിരുന്നു നമ്മളിങ്ങനെ കാത്തിരുന്നിരുന്ന ഒരു ഈ വർഷത്ത് നമ്മൾ നോക്കിയിരുന്നിരുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയാറില്ല, എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഇത്രയും നാള് എങ്ങോട്ടും കാര്യമായിട്ട് പോയിട്ടില്ല. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു 3 വർഷം, ബേബി ഉണ്ടാവണേക്കാട്ടിലും മുന്നുള്ള 3 വർഷമാണ് നമ്മൾ പിന്നെയും കുറച്ചധികം പോയിട്ടുള്ളത്. അപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലത്ത് പോവുകയും 3-4 ദിവസം നിൽക്കുക, അങ്ങനെയൊക്കെ ട്രിപ്പ് പോയി വരികയാണ്. പിന്നെ നമ്മൾ ഗോവയിലെത്തി. ഏട്ടന് PhD, അതേപോലെ തന്നെ വർക്കും ഉണ്ട്. ഞാൻ യൂട്യൂബായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയി. പിന്നെ നമ്മൾ ഗോവയിൽ തന്നെയാണ് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറില്ല. ഇടയിൽ മുംബൈയിലൊക്കെ പോയി എന്നുള്ളതല്ലാണ്ട് ഒരു ഫാമിലി ട്രിപ്പ്, അതായത് ഞാനും ഏട്ടനും കുട്ടിയും കൂടി കുറച്ച് ദൂരേക്ക് എന്നുള്ള രീതിയിൽ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാ ആനിവേഴ്സറിക്ക് പ്ലാൻ ചെയ്യുമായിരുന്നു, എന്നിട്ടും നടക്കാറില്ല. പക്ഷെ കുറെ കാരണമുണ്ട് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഒരു ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസ് ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും നാളത്തെ ജോലിയൊക്കെ മാറ്റി വെക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒക്കെ വിചാരിക്കുമ്പോൾ ഞാൻ വേണ്ട അങ്ങനെ തോന്നുമായിരുന്നു. അതേപോലെ എൻ്റെ PhDയുടെ തിരക്കൊക്കെ കൊണ്ട് അങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര ഒരു റിയലൈസേഷൻ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയില്ലല്ലോ എന്താണ് മുന്നോട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫൈനലി ഈ ഒരു ഇൻട്രോ ഒക്കെ കേട്ടാൽ തോന്നുന്നു നമ്മൾ എന്തോ എബ്രോഡൊക്കെ പോവാന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഡൽഹി മണാലി പോവാം, കുളു മണാലി പോവാണ്. അയ്യോ, നല്ല ക്ലൈമറ്റ് അല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല അടിപൊളി ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ചൂട് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം ഡൽഹി പോവാം. ഡൽഹിയിൽ ഒരു 3 ദിവസം നിന്നിട്ട് പിന്നെ മണാലി കേട്ടോ. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് പാക്കിങ് ചെയ്യണം. അത് ആലോചിക്കണം കേട്ടോ. നാളെയാണ് നമ്മൾ പോകണം, ഇന്നാണ് നമ്മൾ പാക്ക് ചെയ്യണം. അത് ഉച്ചയ്ക്ക് ശേഷം പാക്ക് ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ പോയി ഡെക്കത്തലിൽ പോയിട്ട് ഒരു ജാക്കറ്റ് അങ്ങനെ എന്തെങ്കിലും മേടിക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഉള്ളത് കൊണ്ടുപോവാം. പക്ഷെ എനിക്ക് സരോജിനി മാർക്കറ്റിൽ പോകണം നല്ല ആഗ്രഹം. ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്ക് എന്തായാലും സരോജിനി മാർക്കറ്റിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും കുറച്ച് ഷോപ്പ് ചെയ്യാം. അപ്പോൾ മണാലിക്കുള്ളത് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ഉമ്മക്കുട്ടിക്കുള്ളത് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്നാലും സേഫ്റ്റിക്ക് കുറച്ച് ഔട്ട്ഫിറ്റ്സ് കൊണ്ടുപോകാന്നുള്ളതാണ്. ജീൻസും കുറച്ച് ടോപ്പും അങ്ങനെയൊക്കെ കൊണ്ടുപോകാം. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡെക്കത്തലിൽ പോകാം. 1-2 സാധനങ്ങൾ മേടിക്കാണ്ട്, നമുക്ക് ജാക്കറ്റും കാര്യങ്ങളും മേടിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബെൽറ്റ് വേണം. അവിടുത്തെ ബെൽറ്റ് ഒന്നും എനിക്ക് പാകാവുന്നില്ല, എല്ലാം എനിക്ക് ലൂസാണ്. പിന്നെ എല്ലാവരും ഉപയോഗിക്കണതുമല്ല, അപ്പം അതിലും നല്ലത് നമ്മൾ തന്നെ നമുക്കായിട്ട് സ്വന്തം ഒരു ബെൽറ്റ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ബെൽറ്റ് മേടിക്കണം. അതേപോലെ റിസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്, അതും മേടിക്കണം. അപ്പം ഇത്രയും സാധനങ്ങൾ മേടിക്കാൻ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വർഷം എന്തായാലും പോകണം. അതും ഇത്ര പെട്ടെന്ന്. ഇപ്പം മാർച്ചിലേ ആയുള്ളൂ. അത് നമ്മുടെ ആനിവേഴ്സറി 11th ആനിവേഴ്സറി ആണ് കേട്ടോ, 31-ാം തീയതി. അപ്പോൾ 11th ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മൾ മണാലിയിലുണ്ടാവും. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഇത്തവണ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനൊന്നും നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് ഏത് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കണേന്ന് അറിയില്ല, ഫ്ലൈറ്റിലാണ് പോണേന്ന് അറിയാം, ഏത് ഫ്ലൈറ്റാന്നറിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നോടൊന്നും പറയണ്ട, എന്നാലാണ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ എനിക്കപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസിങ് കാര്യമാണ്. അപ്പോൾ ഇമ്മക്കുട്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇമ്മയ്ക്കിപ്പോൾ നന്നായിട്ട് അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ല പ്രായമാണ്, 7 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കണേ ഇനി എന്തായാലും ഇത്രയും എനിക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തെ അധ്വാനം ഉണ്ട്. ഞാൻ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയത് മുതൽക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തെ അധ്വാനം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം അതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ട്രാവൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. വർഷത്തിലൊരിക്കലൊക്കെ മതി. പിന്നെ കുഞ്ഞു ട്രിപ്സ് ആയിട്ട് വേറെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്കതെങ്ങനെ പറയണമെന്ന് അറിയില്ല. അത് മണാലി മഞ്ഞുണ്ടാവും എന്നറിയില്ല. ഇപ്പൊ മാർച്ച് മാസം ആയതുകൊണ്ട് എത്ര കണ്ട് മഞ്ഞുണ്ടാവും എന്ന് നമുക്കറിയില്ല. മഞ്ഞുണ്ടെങ്കിൽ അതെനിക്ക് കാണാൻ പറ്റും. അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ സോളോ ട്രിപ്പും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങനെ അപ്പൊ നമുക്കിനി ഇതിന്റെ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ശരിക്കും മിസ് ചെയ്തു വ്ളോഗ് ചെയ്യണത്. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ ഇപ്പൊ കുറെ പേർക്കൊന്നും ഇഷ്ടമാവണില്ല ഞാൻ വ്ളോഗ് ചെയ്യണം. ആ ഒരു പണ്ടത്തെ ആ ഒരു ഇത് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇഷ്ടമല്ലാണ്ട് അങ്ങനെ ചുമ്മാ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. നമുക്ക്
പറ്റുമ്പോൾ നല്ലതായിട്ട് ചെയ്യാം. പിന്നെ അങ്ങോട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയാൻ നല്ലൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് പല ബ്രാൻഡ്സ് സെൻഡ് ചെയ്ത് തരും. ഞാൻ തന്നെ ആമസോണിൽ നിന്ന് കുറേ മേടിക്കുന്നുണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. അതല്ലാണ്ടും എനിക്ക് ഓരോ ബുട്ടീക്സ് അങ്ങനെയൊക്കെ സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 5 മിനിറ്റൊക്കെ അത് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് ഡ്രൈ ക്ലീൻ ചെയ്ത് സ്റ്റീം ചെയ്ത് ഇവിടെ ഈ ഹാങ്ങർ കാണുന്നില്ല, അവിടെ ഇട്ട് ഫോട്ടോ എടുത്ത് അസ്വിക എന്നാണ് പേജിന്റെ പേര്. ഇപ്പം ഇതുവരെ നമ്മൾ 20 ഔട്ട്ഫിറ്റ് ഇട്ടു. 20 ഔട്ട്ഫിറ്റും ഇട്ട് ഒരു 5 to 10 മിനിറ്റിൽ സോൾഡ് ഔട്ട് ആവും. മാക്സിമം പോയ ഒരു 4-5 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടേ ഇല്ലാട്ടോ. ഇടുന്ന എല്ലാം സോൾഡ് ഔട്ട് ആകുന്നത് ഇത്രയും പ്രതീക്ഷ. 20 ഔട്ട്ഫിറ്റ് ഇട്ടാൽ 20ഉം സോൾഡ് ഔട്ട് ആയി എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് കൊറിയർ അയക്കാനൊരു 7-8 എണ്ണം ബാക്കിയുണ്ട്. അത് ഇന്നലെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോയി കൊറിയർ അയക്കാം. എന്നിട്ട് നമ്മൾക്ക് ഡെക്കത്തലോൺ പോവാം, അതേപോലെ തന്നെ സുഡിയോയിലൊന്ന് പോവാം, തിരിച്ച് വന്നിട്ട് പാക്കിംഗ് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ 1-2 ഷോർട്സ് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും അപ്പ മണാലിലത്തെ കാര്യങ്ങളും. താജ്മഹൽ പോകുന്നുണ്ട് കേട്ടോ ഡൽഹിയിൽ പോകുമ്പോൾ. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ താജ്മഹൽ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അനിയൻ്റെ അവിടെയാണ് പോകണം. ഏട്ടൻ്റെ അനിയൻ ഡൽഹിയിലാണ് ഉള്ളത്, ഡൽഹിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മണാലിയിൽ പോകാനാണ് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി AC ഇടാണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് ശരിക്കും പുഴുങ്ങിയെടുക്കുന്ന ഒരവസ്ഥയാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഭയങ്കര വെച്ചാൽ നമ്മളിങ്ങനെ ഒരു എസ്കേപ്പ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും ആ ഒരു ഫീലാണ്. അപ്പം എൻ്റെ അനിയൻ വന്നിട്ട്, അനിയനുണ്ടാവും ഇവിടെ കുറച്ച് ദിവസം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാം കൊറിയർ അയച്ചിട്ട് അങ്ങ് പോവാം. അപ്പം പിന്നെ സമാധാനമായല്ലോ. ഒരു 7-8 എണ്ണം ഉണ്ട്. അത് കൊടുക്കണേ എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ TTDCയിലാണ് കേട്ടോ കൊറിയർ അയക്കണത്. അപ്പോൾ എല്ലാം അയച്ചു. സേ ഹായ്, ഇത്ര നാളെ കണ്ടിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഡെക്കത്തലാനിലെത്തി. നല്ല പൊന്നി കരിഞ്ഞ്, അവിടെ എത്രയെക്കാട്ടിലും മുന്നേ കരിഞ്ഞ്. മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദൂരമുണ്ട്, പോരാത്തതിന് 2 വീലറും നല്ല വെയിലും കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും എത്തി. ആദ്യം എനിക്കുള്ള ബെൽറ്റ് ഉണ്ടല്ലോ, അതും അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ ഇടാനുള്ള ജിമ്മിന് വേണ്ടിയിട്ടുള്ള അത് രണ്ടും ആദ്യമേ തന്നെ അങ്ങ് മേടിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണതിൻ്റെ ഇടയിൽ ക്ലിയറൻസ് സെയിലുണ്ടല്ലോ, അതിൽ കുറച്ച് ടീഷർട്ട് വേണം. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തു കേട്ടോ. ജിമ്മിൽ പോകുമ്പോൾ ഇടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ക്യാഷ്വലായിട്ടുള്ളത് 199 രൂപയുടെ ഉണ്ടായിരുന്നു, 299 രൂപയുടെ ഉണ്ടായിരുന്നു. അത് 2 എണ്ണത്തൊന്നും എടുത്തു കേട്ടോ. പിന്നെ ഇമ്മക്കുട്ടിക്ക് തൊപ്പി എടുത്തു, എനിക്കൊരു തൊപ്പി എടുത്തു. ഗ്ലൗസ് നോക്കി, പക്ഷേ കിഡ്സിനുള്ള ഗ്ലൗസിന് ഭയങ്കര വിലയുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചില്ല കേട്ടോ. കാരണം ഈ മുന്നേ കൈയൊക്കെ പെട്ടെന്ന് വലുതാവില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് വേണ്ട വിചാരിച്ചാൽ അത് മേടിച്ചില്ല. പിന്നെ ഈ ജാക്കറ്റ് നോക്കി വന്നാട്ട്, ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ആരും യൂസ് ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് അത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഡെക്കത്തലിന് വന്നത്. അതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ പോക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ ജാക്കറ്റ് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി തിരികി നമുക്ക് സിബിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളും. അടിപൊളിയായിട്ട് നമുക്ക് വേറെ മടക്കൊന്നും വേണ്ടല്ലോ. നല്ലോണം സ്പേസ് അത് ഇതാക്കി അടിപൊളിയായിട്ട് ജാക്കറ്റ് ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്യാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിക്ക് എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതൊരെണ്ണം എടുത്തു കേട്ടോ. ഈ 3 എഗിൻ ജാക്കറ്റൊന്നും കിട്ടിയില്ല. നമ്മൾ വിചാരിച്ചു എന്തായാലും സുഡിയോയിൽ പോയിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ടവലെടുത്തു. 3 എടുത്തു പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കും ഏട്ടനും. അപ്പം നമ്മുടെ 3 പേരുടെയും ബാക്ക് പാക്കിൽ വെക്കാമല്ലോ. പിന്നെ ഏട്ടനും 2-3 ഇങ്ങനത്തെ ടീഷർട്ട്സും പാൻസും അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലതായിരുന്നു. സന്തോഷമായില്ലേ? സന്തോഷമായി. ബില്ല് കൊടുക്കണ അത് മാത്രമായിട്ട് വിഷമമുള്ള. ഏട്ടാ എങ്ങനെയുണ്ട് ക്യാമറ? നല്ല രസമുണ്ട്. ഏട്ടൻ കണ്ടില്ലേ? ഏട്ടൻ മേടിച്ചതിന് ശേഷം ഒരു തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എപ്പോഴും ഐഫോൺ അങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ ആ ക്യാമറ പിടിക്കുന്ന ആളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഡാർക്ക് ആക്കും. പക്ഷേ എനിക്ക് സൗന്ദര്യം കുറവൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തത് ഇവിടെ പോവാം. ഇവിടെ എവിടെയാ? സുഡിയോയിൽ പോയിട്ട് കുഞ്ഞൂനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാം. അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം. ഇനി നമുക്ക് സുഡിയോയിൽ പോവാം. സുഡിയോയിൽ പോണേക്കാട്ടിനും മുന്നേ വഴിയിൽ ഇളനീര് കണ്ടപ്പോൾ അത് കുടിക്കാം കേട്ടോ. നല്ലൊരു ആശ്വാസമുണ്ട്, നല്ലൊരു തണുപ്പ്. കരിഞ്ഞു പോയി കേട്ടോ, കരിഞ്ഞു പോയി. ഈ വെയിലത്ത് പുറത്തിറങ്ങരുത്. ഈ കാലിലുണ്ടല്ലോ ചെരുപ്പിട്ട ഭാഗം
ചെരുപ്പിടാത്ത ഭാഗവും തമ്മിൽ കളർ ഡിഫറൻസ് കാണുന്നേ. സീരിയസ്ലി ഈ സമയത്ത് സൂഡിയോയിലുണ്ടല്ലോ കുറേയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പുതിയ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. അധികം ഉണ്ടായിരുന്നില്ല. പിള്ളേന്ന് ഇങ്ങനെ തപ്പിത്തെരഞ്ഞെടുത്ത്, പിന്നെ കുട്ടികളുടെ സൈസ് നമുക്ക് കറക്റ്റ് കിട്ടാനായിട്ട് പാടാണല്ലോ. അപ്പം അതിൽ നിന്ന് ഹിമക്കുട്ടിക്ക് പറ്റിയിട്ടുള്ള കുറച്ചെണ്ണം എടുത്തു. പിന്നെ എനിക്കും 2-3 ടോപ്പായിട്ട് വേണമായിരുന്നു. അപ്പോൾ പിന്നെ അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വേഗം വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ ചാർജ് തീർന്നുകൊണ്ടെങ്കിൽ പിന്നെ ഇടയിലത്തെ ചില കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. സൂഡിയോയിൽ പിന്നെ നമ്മൾ താഴെ വന്നിട്ട് എനിക്ക് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂഡിയോയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പുതിയ സ്റ്റോക്ക് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കിഡ്സ് സെക്ഷനൊക്കെ ഷോകായിരുന്നു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ടോപ്സ് അത്രമാത്രം എടുത്തു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഹിമക്കുട്ടിക്ക് നാളെ പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് ആമസോണിൽ ബുക്ക് ചെയ്തതാണ്. ഇതൊരു ഹൂഡി അങ്ങനെ വരുന്നതാണ്. സിബില്ല, ഇങ്ങനെ ഒരു ടോപ്പ്, അതേപോലെ ഹൂഡി, പിന്നെ പാൻസ്. ഇത് 7 to 8 ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നും, പക്ഷെ പാകമാണ്. ഒരു പൊടിക്ക് ലൂസാണ് എന്നുവെച്ചാൽ വണ്ണം എപ്പോഴും അവൾക്ക് 7 to 8 എടുക്കുമ്പോൾ ലൂസാണ്, പക്ഷെ പൊക്കം കറക്റ്റ് ആയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട്. അവൾ വണ്ണം കുറവായതിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്നുള്ളത് ഒരു 600-700 ആ ഒരു റേറ്റിൽ നല്ലതാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കറക്റ്റാണ്. ആ ഒരു ഈസിയുടെ തണുപ്പിന് ഇത് ഓക്കെയാണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്തായാലും പറ്റില്ല. ഈസിയിലല്ലാത്ത സമയത്താണെങ്കിൽ എന്തായാലും പറ്റില്ല. പിന്നെ ഭയങ്കര തണുപ്പുള്ള സമയത്താണെങ്കിലും ഇത് പോരായിക വരും കേട്ടോ. പിന്നെ തെർമൽസ് ഒക്കെ ഉള്ളിലിട്ടിട്ടാണെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതുണ്ട്. പിന്നെ ഇമൂന് ആമസോണിൽ നിന്ന് തന്നെ ഞാനൊരു ഗ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഡെക്കത്തിലൊന്നും നോക്കിയപ്പോൾ നല്ല വിലയാണ്. പക്ഷെ നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല. മണാലിയിൽ ഇപ്പം അങ്ങനെ തണുപ്പെന്ന് പറയാം. അപ്പോൾ ഈ ഗ്ലൗസ് ഒരു സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ 2-3 ടീഷർട്ട് ഇത് ഞാൻ ആമസോണിൽ എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നല്ലതാണ്. ഇതൊരു 200-300 rupees ഉള്ളതാണ്. ക്രോപ്പ് ടോപ്പാണ്. ഇങ്ങനത്തെ ഓരോ കോഡ്സ് എഴുതിയിട്ടുള്ളതാണ്. പവേർഡ് ബൈ, പിന്നെ ഡംബിൾസ് അല്ലല്ലോ ഇത് എന്താണ് ഈ മാർബിൾ അങ്ങനത്തെ സാധനമില്ല, അതുണ്ട്. പിന്നെ എന്താണ് സേ യെസ് ടു ഫിറ്റ്നസ് അങ്ങനത്തെ. ഇത് കുട്ടി കുട്ടി ടീഷർട്ട്. എന്താ വെച്ചാൽ ഈ ബലൂൺ പ്രിന്റ് ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ബലൂൺ പ്രിന്റ് പെട്ടെന്ന് പൊളിഞ്ഞു പോരും. ഞാൻ ജിമ്മിലേക്കൊരു കുറച്ച് തവണ ഇട്ടിട്ടുള്ളൂ. മറ്റേ എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്ന ടീഷർട്ട് അതിൻ്റെയൊക്കെ പൊളിഞ്ഞു പോകുന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലിടാം. അപ്പോൾ അതുകൊണ്ട് അതൊരു ശോകം ആണ്. ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിനൊരു മെറ്റീരിയലും ആ ഒരു വൈബൊക്കെ അടിപൊളിയാണ്. ഈ ബലൂൺ പ്രിന്റിന് പകരം ഇവർക്ക് ഈ നോർമൽ എന്തെങ്കിലും പ്രിൻ്റായിട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് സൂഡിയോടെ എടുത്ത് കാണിച്ചിട്ടെ. ഞാൻ ഫസ്റ്റ് എനിക്ക് എടുത്തത് കാണിക്കാം. ഞാനിങ്ങനത്തെ ഈ സ്വെറ്റർ ടോപ്സ് പോലത്തെ ഉണ്ടല്ലോ, അത് ഒരെണ്ണം എടുത്തോളൂ. ഇനി എൻ്റെ പ്രതീക്ഷ ഞാൻ സരോജിനിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതാണ്. 799 ഉണ്ട് കേട്ടോ. നോക്കട്ടെ, ഞാൻ ഇങ്ങനത്തെയൊക്കെ ഓരോരുത്തർ സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ട് 50 രൂപയ്ക്കൊക്കെ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു കൊതിയിലാണ് ഞാൻ. എനിക്ക് അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹം. നമുക്കിങ്ങനെ കാണാമല്ലോ. മുന്നേ അച്ഛനും അമ്മയും പോയിട്ട് തന്നെ എനിക്ക് ഡെനിം ജാക്കറ്റൊക്കെ 50 രൂപയ്ക്കൊക്കെ എടുത്തിട്ട് തന്നിട്ട് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ലാസ്റ്റ് നവരാത്രിക്ക് അതിനെയാണ് അതിൻ്റെ മീതെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് വിലയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് 399 rupees-ൻ്റെ ആണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, നമുക്ക് കാഷ്വലിയും പിന്നെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ജീൻസൊക്കെ പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ബോട്ടംസ് ഒന്നും ഞാൻ മേടിച്ചില്ല. പിന്നെ മെയിനായിട്ട് മേടിച്ച അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ നിവർത്തിയില്ലാത്ത കാരണം കുറച്ച് ആവശ്യം വരുമല്ലോ, അങ്ങനെ ഞാൻ മേടിച്ചു വെച്ചതാണ്. പിന്നെ ഇതാ ഇതൊരു ക്രോപ്പ് ടോപ്പ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാവുന്ന പാകത്തിൽ വെച്ചാൽ ഞാനിപ്പോൾ ട്രാവലിന് വേണ്ടിയിട്ട് ഇത് 599 rupees ഉണ്ട്. ട്രാവലിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ഒന്നും മേടിച്ചില്ല. കാരണം എൻ്റെ ആവശ്യം അത്രയും തണുപ്പൊന്നുമില്ല. അത് മാത്രമല്ല പിന്നീട് നമുക്ക് ഉപയോഗിക്കണമല്ലോ, രസം സമ്മർ ടൈമിൽ ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഒരു വൈറ്റ് ടോപ്പ്. ഇതും നമുക്ക് എപ്പോഴും സമ്മറിലും വിൻ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മീതെ ജാക്കറ്റൊക്കെ ആയിട്ട് ഇട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇതും 399 rupees. സ്റ്റുഡിയോ ഇപ്പോൾ ഒത്തിരി വിലയുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ ഭയങ്കര വിലക്കുറവ് അങ്ങനെയല്ല അങ്ങനെ തോന്നും. പിന്നെ സ്റ്റുഡിയോൻ്റെ ബ്രാ നല്ല തന്നെയാണ് കേട്ടോ. ഇത് 399.
ഒന്നുമില്ല പ്രത്യേകിച്ച് സാധാരണ പാഡഡ് ബ്രാ. ഇതാണ് എൻ്റെ റെഗുലർ യൂസ് ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. സപ്പോർട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ. പിന്നെന്താ, ഇത് നോർമൽ പാൻറ്റിയാണ്. ഇനി ഇമ്മക്കുട്ടിക്കാണ് മെയിനായിട്ട് ടീഷർട്ട്സ് ആണ് കേട്ടോ അവൾക്ക് എടുത്തത്. ജീൻസ് ഉണ്ട്, ബോട്ടംസ് വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇമ്മൂന് ജീൻസും അതേപോലെ തന്നെ ടീഷർട്ടും പിന്നെ ജാക്കറ്റ് എന്തെങ്കിലും ഇടാച്ചിട്ട് അങ്ങനെ. ഇത് 179 റുപ്പീസിൻ്റെ ടീഷർട്ടാണ് കേട്ടോ. ഇത് 5 to 6 ആണ് എടുത്തിട്ടുള്ളത്, കാരണം അവൾക്ക് വണ്ണം കുറവായതുകൊണ്ട് തന്നെ ടീഷർട്ടൊക്കെ 7 to 8 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്ലാന്ന് കിടക്കും കേട്ടോ. ഇത് എനിക്കിഷ്ടമായിട്ടോ ഈ ടോപ്പ്, ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ 3 ലെയറായിട്ട് ആകെ നന്നായിട്ടുണ്ടായിരുന്നത് ഒരു അങ്ങനത്തെ ഭംഗിയുള്ളത് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പുതിയ സ്റ്റോക്കൊക്കെ വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ടോപ്പ് ഇങ്ങനത്തെ. അപ്പം മണാലിയിൽ പോയാലും ഇടാനും ഞാൻ ആദ്യമായിട്ട് പോണ കാരണം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ എങ്ങനെ പാക്ക് ചെയ്യണം എന്താ വേണ്ടതെന്ന്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് നോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിളായിട്ടൊരു ടീഷർട്ട്. ഇതും അങ്ങനെ തന്നെ. ഇതൊക്കെ ഇതൊക്കെ 179 റുപ്പീസിൻ്റെയാണ്. സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു ഷർട്ട്, ക്രോപ്പ് ഷർട്ടില്ലേ അങ്ങനെ. ഇത്രയാണ് ഇമ്മക്കുട്ടിക്ക് മേടിച്ചത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ജീൻസിൻ്റെ ഒപ്പവും ഷോർട്സിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാമല്ലോ. വന്നാലും നമ്മൾ നാട്ടിലാണെങ്കിലും നമുക്ക് ഈസിലി ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്, ഇടാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. പിന്നെ ഒരു സംഗതി മെയിനായിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചിട്ടുള്ളത് ഇതാണ്, ഈ പെട്ടി. ഇത് ഇമ്മു എടുത്തോളാം, അവൾക്ക് സ്വന്തമായിട്ടൊരു പെട്ടി വേണമെന്ന് കുറച്ച് ദിവസമായി പറയുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൂ പെട്ടി ഉണ്ട്, അതാണ് സ്ഥിരമായിട്ട് ഇമ്മ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് പിടിക്കാറായല്ലോ വിചാരിച്ചിട്ട്. ഇത് പല കളേഴ്സിലും പല കാർട്ടൂൺ ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. മിക്കി, മിനി, റപ്പൻസിലിൻ്റെ വലുതായിട്ടുള്ളതും ഉണ്ട് കുഞ്ഞതും ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ചെറുതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ മേടിച്ചതാണ്. കുഴപ്പമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര കനയില്ല. നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ലതാണ്. ഈ ഭാഗമുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇത് ഓപ്പൺ ചെയ്യാനും മുകളിലേക്ക് ആക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാന്ന് പറയാൻ വന്നില്ല. പക്ഷെ അവൻ കുറേ നാളായിട്ട് ചെറുതായിട്ട് സ്റ്റക്ക് നോക്കട്ടെ കേട്ടോ. ഇത് നല്ലോണം ഉള്ളിലേക്ക് പിടിക്കണം കേട്ടോ. എന്നിട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ ഇങ്ങനൊരു പെട്ടി മേടിച്ചത്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് എനിക്ക് ഓൾറെഡി ഉള്ള കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, അപ്പൊ അതൊക്കെ പാക്ക് ചെയ്യാം. ബാക്കി നമുക്ക് ഡൽഹിയിൽ പോയി സരോജിനി മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് പാക്കിംഗ് പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പൊ ദേ ഇമ്മക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ പാക്ക് ചെയ്യാനായിട്ട്. എന്നെക്കാൾ ഇഷ്ടം ഇമ്മക്കുട്ടിക്ക് പാക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്റെ പൊന്നേം അച്ഛന്റെ മോൾ എന്നെ അടിപൊളിയായിട്ട് നീറ്റ് ഫ്രീക്കാണ്. Whenever I pack my suitcases, I'm probably like a neat freak. You know why? Why? Because I'm Acha's daughter. അയ്യോടാ, അപ്പൊ അമ്മയുടെ അല്ലേ? Yes. But I'm more suitcase. എല്ലാവരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോ പറയൂട്ടോ, അയ്യോ ഇമ്മക്കുട്ടി അശ്വി ചേച്ചിയുടെ അത്ര എത്താറായി. നമ്മള് കുഞ്ഞിലേ മുതൽ, അതായത് ഇമ്മക്കുട്ടി ജനിച്ചപ്പോ മുതൽ കാണുന്നവരുണ്ട് കേട്ടോ. എത്ര 7 വർഷം മുമ്പ്. എന്താടാ പശയൊക്കെ. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ചിലരൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷം കാണണേ. അപ്പൊ നോക്കുമ്പോ ദേ ഇപ്പൊ എന്റെ ഇത്രയും വേണ്ട. നമുക്ക് നോക്കാം. Dude, it's not a biscuit. Okay, it's a candy. Ammu thinks it's a biscuit because it's. അയ്യോ, എനിക്ക് ഇഷ്ടല്ലാത്ത പരിപാടിയാണ്. എയർപോർട്ടിലേക്ക് ഈ ജീൻസ് മാറ്റട്ടെ. നാളെ എയർപോർട്ടിലേക്ക് ഈ ജീൻസ് കണ്ടായിരുന്നു. ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ ഇട്ട് നോക്കിയതായിരുന്നു. ഇത് ഞാൻ ഓൾട്ടർ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഈ ബെൽറ്റ് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യണ ബെൽറ്റ് ആട്ടോ. അത് വേറെ അതുണ്ട്. അത് കൂടാണ്ട് മെയിനായിട്ട് ഞാനിവിടെ ടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു പൊടിക്ക് ലൂസാണ്. Look, that's how small Ammu is. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് കേട്ടോ. Look how small.
Amois. Wow, 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 wow. Wow, 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 wow. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോ. Nap. എന്നിട്ട് അതില്ലേ എന്താണ് ഇതുണ്ടല്ലോ, ഈ ബെൽറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇലാസ്റ്റിക് ബെൽറ്റ് ആണ്. അപ്പൊ കുറച്ച് ലൂസ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ജീൻസ് ലൂസ് ആണെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഇടാം. അടിപൊളിയാണ്, ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ ജീൻസ് മാറ്റട്ടെ ഞാൻ. അപ്പൊ ഞാൻ നാളെ ഇതാണ് കേട്ടോ ഇടുന്നത്. നല്ലതല്ലേ എയർപോർട്ടിലേക്കൊക്കെ ഇതാകുമ്പോ അത്ര ചൂടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജാക്കറ്റ് അങ്ങ് മാറ്റാം. ഞാൻ ഇത് ജീൻസിന്റെ ഒപ്പാണ് കേട്ടോ ഇതിട്ട്. ഞാൻ ജീൻസ് മാറ്റി നാളെ ഇടണ്ടല്ലേ വിചാരിച്ചിട്ട്. ഭയങ്കര ഇരുട്ടാല്ലേ. സെക്കൻഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇപ്പൊ വെളിച്ചം കാണാണ്ടോ? കുറച്ചൊരു മുഖത്തേക്ക് വെളിച്ചം വരണില്ല, എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. സാല എന്തായാലും ഇതാണ് നാളെ നമ്മള് എയർപോർട്ടിലേക്ക് ഇടുന്നത് കേട്ടോ. കുഞ്ഞു മറ്റേ ബ്ലൂ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഇന്ന് രാത്രി തന്നെ ഇട്ട് കിടക്കാന്നൊക്കെയാണ് പറയുന്നത്. കാരണം നാളെ രാവിലെ നമുക്ക് 5 മണിക്ക് ഇറങ്ങണം കേട്ടോ. എനിക്ക് ഇന്ന് രാത്രി കുളിച്ച് മുടി ഉണക്കി മുടി സ്ട്രെയിറ്റും ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഇതിപ്പോ ഞാൻ സുഡിയോന്ന് മേടിച്ചതാണ്. ഇത് പെർഫെക്റ്റ് ആട്ടോ, നമുക്ക് ലെയർ ചെയ്യാനൊക്കെ ആയിട്ട്. ഇതിന് മീതെ എന്തെങ്കിലും ജാക്കറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇത് കാണുമ്പോ തന്നെ അറിയാം ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. ബാക്ക് എന്താ ബേബിക്ക് വേണ്ടേ? ഇതാ കിടക്കണോ? ഓക്കെ. അപ്പൊ ഇതുണ്ടല്ലോ, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാ ഒന്ന് കയറ്റി അടിച്ചാൽ നെക്കും കറക്റ്റ് ആവും, ബാക്കിലും കുഴപ്പമില്ലാണ്ടാവും. നമുക്കത് ഒരുപാട് വേണ്ട, നെക്ക് കുറച്ചൊന്ന് ഇങ്ങനെ കിടന്നാലായിരിക്കും നല്ലത്. അപ്പൊ എനിക്ക് തോന്നുന്നു അയ്യോ അടിക്കുമ്പോ ഇതിന്റെ ഒരു ഭംഗി ഇത്തിരി പോവുമല്ലോ. ഇതെനിക്ക് ഇഷ്ടമായടാ, നല്ല രസല്ലേ? നല്ല രസല്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കേ പാക്ക് ചെയ്യാണ്ട്. നോക്കട്ടെ, വേഗം പാക്ക് ചെയ്യട്ടെ. മാവേന്റെ ഡ്രസ് നോക്കട്ടെ. അത് മാവിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ള എന്താണെന്നറിയോ? ഇമയ്ക്ക് മണാലിയിൽ പോണ സമയത്തേക്ക് ഇടാനുള്ള സ്വെറ്റേഴ്സും കാര്യങ്ങളും. തൊപ്പി ഉണ്ട് കേട്ടോ, അമ്മ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചെന്നല്ലോ. അത് ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ കാണിച്ചു തരും, പ്ലീസ് കാണും. അതെന്താ ഞാൻ പറഞ്ഞില്ലേ, നോക്കുമ്പോ ഉണ്ടായിരുന്നില്ല കേട്ടോ. സുഡിയോയിലുള്ളതാണൊക്കെ പെറുക്കിക്കൊണ്ട് വന്നത്. അല്ല, ഇത് അമ്മയുടെയാ. ഇത് വലുതാടാ, കുട്ടികൾക്ക് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. Fits like a glove. But this won't fit me na. Dude, it's so easy. When you want wear cap, I'll take that, okay? ഇതൊക്കെ ഞാൻ കാണിച്ചൊന്നില്ലേ? I have nothing to wear. ഇല്ല, I have nothing. അമ്മൊക്കെ സെറ്റ് ആക്കിയത്. ഇതൊക്കെ നമ്മൾ ഡെക്കത്തലോന്ന് മേടിച്ചു. ഇതിന്റെ പ്രൈസ് 199 രൂപയാണ്. ഓഫർ പ്രൈസിലുള്ളതാണ്. 200 രൂപയായിട്ട് ഇഷ്ടം. ഇതാകുമ്പോൾ നമുക്ക് ജിമ്മിലേക്കും വീട്ടിൽ ഇവിടേക്കൊക്കെ ഇടാലോ. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലും ഒക്കെ ഇടാലോ. നല്ല കേട്ടോ, എനിക്ക് ഡെക്കത്തലോന്ന് ഇഷ്ടാ. പക്ഷെ ചിലതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയി. കുട്ടിയുടെ സൈക്കിളൊക്കെ മേടിക്കാൻ പോയിട്ട് എന്തൊരു വിലയായിരുന്നു. അപ്പൊ ചില സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും, അതൊക്കെ നല്ലതാണ്. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ രാത്രി ആയിട്ടോ പാക്ക് ചെയ്തിട്ട്. ഇത് ഇമ്മൂൻ്റെ പെട്ടിയാണ്. ഇമ്മൂൻ്റെ ബാഗും ഉണ്ട്. ഇത് രണ്ടുമാണ് ഇമ്മക്കുട്ടിക്ക്. ഇമ്മൂൻ്റെ പെട്ടിയിൽ സ്പേസ് ഉണ്ട്, കാരണം അവൾക്കൊരു ജാക്കറ്റ് മേടിക്കണം ശരിക്കും മണാലിയിലേക്ക് പോണേക്കാട്ടിലും മുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ്, ആ ജാക്കറ്റ് വെക്കാനുള്ളൊരു സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ സാധനങ്ങളാണ് ഇത്രയുള്ളത്. അപ്പോൾ എനിക്ക് താജ്മഹലിൽ പോകുമ്പോൾ ഒരു സൽവാർ അല്ലെങ്കിൽ സാരി എടുക്കണം. സാരി പിന്നെ ഇത്തിരി കഷ്ടപ്പാടാവുമല്ലോ വിചാരിച്ചിട്ട് സൽവാറാക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ച ഫുൾ വൈറ്റാണ്. പക്ഷെ ഞാൻ എത്ര നേരം സ്റ്റോറേജിൽ നിന്ന് നോക്കിയിട്ടും അത് കിട്ടുന്നില്ല. അപ്പം ഞാൻ തൽക്കാലം ഒരു ചിക്കൻ കാരി എടുത്തിട്ടുണ്ട്. പിന്നെ ആ റെഡ് സാരി നടക്കുമെന്ന് അറിയില്ല കേട്ടോ. മഞ്ഞിന് പോകുമ്പോൾ ഇതാക്കാമെന്ന് വിചാരിച്ചു.
അവിടെ എനിക്ക് ഉടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ടല്ലേ പോകണം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഏട്ടനും മണാലിയിൽ ആദ്യമായിട്ടാണ് പോണേ. ഏട്ടൻ പിന്നെ പുറത്ത് പോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അതും പോയിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ടിക്കറ്റ് തന്നെ നമ്മൾ മിനിഞ്ഞാന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ വന്നിട്ടാണ് കുറച്ചെങ്കിലും സാധനം മേടിച്ചത്. എനിക്ക് പിന്നെ ഓൾറെഡി നമ്മൾ മണാലി പോകുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ 1-2 തവണ ഒരു ജാക്കറ്റ് അങ്ങനെ എന്തോ മേടിച്ചതുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് വിൻ്റർ വെയർസും കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഇതിൽ കുത്തിക്കയറ്റി വെക്കണം. പിന്നെ അത് കൂടാണ്ട് ഗാഡ്ജറ്റ്സ് ഒക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കണം കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു ഏട്ടൻ വരാം, ഏട്ടൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരാം. അത് ഈ പാക്കിങ്ങിന് ഭയങ്കര പ്രോ ആയതുകൊണ്ട് ഞാനിങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പാക്കിംഗ് അല്ലേ അവസാനം ലാസ്റ്റ് മിനിറ്റ് ആണ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഞാൻ ഈ പാത്രത്തിൽ ചൂടാക്കിയത് ഓവനിൽ. എനിക്ക് പാത്രം കഴുകണ്ടല്ലോ എന്ന് കരുതി ഞാൻ വിളിച്ചു ഇതിൽ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ ബിരിയാണി. പക്ഷെ ബിരിയാണി ഇരിക്കണം അല്ലേ? ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കില്ല, പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതാ ഇതാണ് കേട്ടോ എൻ്റെ മണാലി ട്രിപ്പിലുള്ള ഔട്ട്ഫിറ്റ്സ്. അപ്പൊ അത് മാവേടെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. അത് ഇതായിരിക്കണു. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ബാഗിനകത്ത്, അയ്യോ കണ്ണി കുത്തിയാണ്. ബാഗിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ എയർ വാക്യൂം വലിച്ചെടുത്താ ഇത് ചെറുതാവും എളുപ്പാവും എന്നൊക്കെ ഞാൻ കണ്ടിട്ട് മേടിച്ചതാണ്. ഇത് വർക്കാവും ഏട്ടാ. വരുന്നുണ്ടല്ലേ, കുറച്ച് മെനക്കെടുണ്ടല്ലേ. ഇത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിൽ ഫുൾ എയർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ചമ്മന്തിയാവും. ഇപ്പം നമുക്ക് പെട്ടിയിൽ നല്ല സ്പേസ് ഉണ്ടാവും. ഇതും കൂടി എടുക്കാം കേട്ടോ. തിരിച്ചു വരുമ്പോഴും വെക്കാൻ ഒരു എക്സ്ട്രാ കവറും വെക്കാം അല്ലേ. ഇത് നമ്മൾ യൂഷ്വലി ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വിൻ്റർ കഴിഞ്ഞു, അല്ലെങ്കിൽ വലിയ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. അപ്പോൾ വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആക്കി. ഇല്ല നീ എടുക്കും ഏട്ടാ, ബേബി ആക്കിക്കോളൂ. നല്ല സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, വെറുതെ ഇടുകയാണെങ്കിൽ എത്ര സ്പേസ് പോകും. അപ്പോൾ നല്ല അടിപൊളി ടൈറ്റായിട്ട് ഇത് മണാലിയിൽ എത്തിയിട്ടേ നമ്മൾ തുറക്കുകയുള്ളൂ അല്ലേ? അല്ലേ ബേബി? No, I will open it. സെറ്റല്ലേ? അടിപൊളി. 2-3 ഇവിടെ ഒക്കെ. ആക്കുന്തോറും ഇത് പതിയുണ്ടായിട്ടാ നല്ലല്ലേ? എന്നെ എത്ര പ്രതീക്ഷിച്ചോ ഞാൻ ഓർഡർ ചെയ്തപ്പോ? ഞാൻ പറയുമ്പോഴൊക്കെ എത്ര വിശ്വാസമാവുണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു ഇത് നല്ലതാ നല്ല ഹെൽപ്ഫുള്ളാന്ന് പറയുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? കുളിച്ചില്ലേ? പുറത്തേക്ക് ഇത് പുറത്തേക്ക് എടുക്കുമ്പോ കിട്ടണില്ല പോവാന്. പെർഫെക്റ്റ്. എടാ വേണ്ട, അടുത്ത സെറ്റ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഡൽഹിയിലത്തത് ഇവിടേക്ക് നമുക്ക് മുകളിലേക്ക് ചുമ്മാ വെക്കാവുന്ന, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഡൽഹിയിലേക്കുള്ള സെറ്റ് ഓഫ് ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡൽഹി പോയാൽ ഇത് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. എന്നിട്ട് ഇട്ടിട്ട് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് എന്താ വേണ്ടേട്ടാ ഇതിനകത്ത് തന്നെ വെക്കാം അല്ലേ? എന്തെങ്കിലും എക്സ്ട്രാ ഇങ്ങനത്തെ 2-3 എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുഷിഞ്ഞ തുണികളൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് കറക്റ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ വേണ്ടല്ലോ പ്ലീസ്, കുറച്ചും കൂടിയൊക്കെ ടൈറ്റ് ആക്കാൻ പറ്റൂ കേട്ടോ. ഇതിന് ഈ ചെറിയ പൗച്ച് ഇതിലും ചെറുതില്ല.
You might be lying. You might not know. എന്നാ ബാബ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. അണ്ടർവെയർ എടുക്കണം, ഇതെന്തായാലും ആവശ്യം വരുന്നു. അപ്പൊ പെട്ടി സെറ്റാണ്. ഡൽഹിക്കുള്ളത് താഴെ മണാലി. ഇത് നമ്മുടെ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ സൺസ്ക്രീൻ, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസർ, ഡിയോഡ്രൻറ്റ്, ഫേസ് വാഷ്. ഇതാണ് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ. മേക്കപ്പ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കമ്മല്, വളയം, അങ്ങനെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് ആകെ വെക്കാനുള്ളത് എന്താ, ഈ ബൂട്ട്സ് ആണ് കേട്ടോ. ഇത് വെക്കാം. അപ്പൊ ഇതിൽ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇത്രയും നിറച്ച് വെക്കണ്ട, സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും. പക്ഷെ ഏട്ടൻ പറയണ വേണ്ട, ഇറ്റ്സ് ബെറ്റർ ഇമ്മൂൻ്റെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. ഇമ്മൂൻ്റെ ഞാൻ സ്പേസ് വിട്ടിട്ടുണ്ട് ജാക്കറ്റ് മേടിച്ചിട്ട് വെക്കാനായിട്ട്. അപ്പം അതിൽ വെച്ചാൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. സൂസ് ഇടാനായിട്ട് പ്രത്യേകം കവറുകളൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇതായിട്ട് ആമസോൺ മേടിച്ചല്ലേ? ഞാൻ ഓർത്തു, പിന്നെ മറന്നു മേടിക്കാൻ. ഇത് ഞാൻ കുറേ മുമ്പ് മേടിച്ച ജിമ്മില് പോകുമ്പോ ഷൂസ് എന്തായാലും എനിക്കൊരു തരണം തരുമോ ജിമ്മിൽ കൊണ്ട്? ഇത് ഞാൻ എടുക്കാം. ശരി, ആ ഒരെണ്ണം മാത്രം പിന്നെ ഇട്ടിട്ട് പോണത്. പിന്നെ ഞാൻ താജ്മഹലിലേക്ക് പോകുമ്പോ ഇടാൻ വേണ്ടിയിട്ട് ഈ ചെരുപ്പ്, ഇതൊരെണ്ണം മാത്രം. കാരണം ഒരു ചിക്കൻ കറി കുർത്തി എടുത്തിട്ടുണ്ടല്ലോ. ഇതെന്ന് വെച്ചാൽ ഇതിട്ട് നടക്കാൻ സുഖം. ഇത് ഓൾമോസ്റ്റ് ആയി. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, റെഡി. നമുക്കിനി നമ്മുടെ ഇതും മെഷീനും ഒക്കെ ഇതിലേക്ക് വെക്കാം കേട്ടോ. ഇങ്ങനത്തെ പൗച്ചുകളും മെഷീനും വെക്കാം. അപ്പം നമ്മൾ മുഷിഞ്ഞ തുണി ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ 4-5 പൗച്ച് വേറെ എടുത്തിട്ടുണ്ട്. അതേപോലെ പുതിയ എന്തെങ്കിലും തുണി മേടിക്കുകയാണെങ്കിൽ അത് നിറച്ച് നമ്മൾ ഇറക്കി ഇതാക്കി ഇതിൽ. ഇതെന്റെ പെട്ടിയാണ്, പക്ഷെ ഇത് ഏട്ടനായിരിക്കും പിടിക്കുന്നത് അല്ലേ ഏട്ടാ? അതെ. ഒരു സെക്കൻഡ്, പക്ക കറക്റ്റ്. ഒമ്പടാ, എന്താ അത്? I'm carrying this big Among Us petti. എങ്ങനെയുണ്ട് ഏട്ടാ കാനം? 23-24 കിലോ ഉണ്ടാവും. മൂന്റെ കാനുണ്ടോ? 11 കേട്ടോ. സമയമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയപ്പോൾ, റെഡി ആവാച്ച കിടക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിയപ്പോൾ ഇത് എൻ്റെ പെട്ടി, ഇത് ഏട്ടൻ്റെ പെട്ടി, ഇത് ഇമ്മിക്കുട്ടിയുടെ പെട്ടി, ഇത് ഇമ്മിക്കുട്ടിയുടെ ബാക്ക് പാക്ക്, അവിടെ എൻ്റെ ബാക്ക് പാക്ക് ഉണ്ട്, ഏട്ടൻ്റെ ബാക്ക് പാക്ക്, പിന്നെ എനിക്കൊരു എക്സ്ട്രാ ഹാൻഡ് ബാഗും ഉണ്ട് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. ഇനി നാളെ നമുക്കൊരു 4:30 ആകുമ്പോൾ എണീക്കാം. ഒരു 5-5:15 ഇറങ്ങാൻ വെച്ചിട്ട്. എനിക്ക് മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണമായിരുന്നു. ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഒന്ന് നോക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ട് തലവിളിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ പിന്നെ അത്ര നാളെ സെറ്റായിട്ട് ഇരിക്കുമല്ലോ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല. അങ്ങനെ വേറെ ഒന്നും മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേയൊക്കെ എടുത്തിട്ടുണ്ട് സാധനങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 8 ദിവസത്തെ യാത്ര വെച്ച് നോക്കുമ്പോൾ ഇത് ഡീസൻ്റ് ആണ്. പക്ഷെ പാക്കിങ് അത്യാവശ്യം ഒതുക്കി നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ടത് ഹിമക്കുട്ടിക്കുള്ളതാണ് കേട്ടോ. അത് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ഞാനും കുറച്ചെന്തായാലും സരോജിനി മാർക്കറ്റിൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. നാളെ നമ്മൾ ഡൽഹി പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.